ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിസ് ബ്ലോഗാണ്. ഞാനിന്ന് കൊല്ലം കൊട്ടിയം മയ്യനാട് പുല്ലിച്ചിറ മാതാ തീർത്ഥാലയത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളുമായിട്ട് കൂടാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ പുല്ലിച്ചിറ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ പാളയും കയറും ഉപ്പും ആണ് ഇവിടുത്തെ മെയിൻ നേർച്ചയിലൊന്ന്. നമ്മൾ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹവും സാധിച്ചു തരുന്ന ഒരു മാതാവാണ് ഈ ഇവിടെ കൂടിയുള്ളത്. അപ്പോൾ പിന്നെ മാതാവിൻ്റെ രൂപം നമുക്ക് നേർച്ചയായിട്ട് വയ്ക്കാം. അപ്പോൾ അവിടെ തന്നെ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ രസീത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൗണ്ടറുകളൊക്കെ ഇവിടെ സൈഡിൽ തന്നെ ഉണ്ട്. നവംബർ 30 തുടങ്ങി ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലയളവിലാണ് ഈ ഒരു ഉത്സവം. ഉത്സവം എന്ന് പറയുന്ന തിരുനാൾ ഇപ്പോൾ 23 ഡിസംബർ 23 കഴിയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത വർഷത്തെ ഒരു കാത്തിരിപ്പിനായിട്ട് വീണ്ടും നമ്മൾ മാതാ തീർത്ഥാലയം പോവുകയാണ്. അപ്പോൾ ഈ മാസം ഡിസംബർ 31 വരെയാണ് ഇവിടുത്തെ തീർത്ഥാടനം ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാലും ഇവിടെ എപ്പോഴും ആൾ വരാറുണ്ട്. അപ്പം ഈ തീർത്ഥാടന കാലം എന്ന് പറയുന്നത് നവംബർ 30 മുതൽ ഡിസംബർ 31 വരെയാണ്. ഇവിടെ നടന്നതായിട്ടുള്ള നല്ലൊരു കഥ തന്നെ ഉണ്ട്. അതായത് ഒരുപാട് പേർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് രോഗമുക്തിയായാലും മറ്റുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു ഫലം കണ്ട ഒരു സ്ഥലം കൂടിയാണ്. അത്രത്തോളം പ്രസക്തി ആർജിച്ച ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കൊട്ടിയം മയ്യനാടുള്ള പുല്ലിച്ചിറ പള്ളി തീർത്ഥാടന കേന്ദ്രം. എല്ലാ വർഷവും ഇതണക്ക് 1 മാസത്തോളം നീണ്ടിരിക്കുന്ന തീർത്ഥാടനമാണ് ഇവിടെ ഉള്ളത്. അതേ കണക്കിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ മേടിക്കാൻ സുലഭമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ നല്ല കായലിൻ്റെ സൈഡിലുള്ള ഒരു പള്ളിയും കൂടെ ആയതുകൊണ്ട് അത്രത്തോളം മനോഹരമായി നിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ പുല്ലിച്ചിറ പള്ളി. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രാർത്ഥിച്ച് മെഴുകുതിരി എത്തിക്കുകയും ഇതിനൊക്കെ ഈ പാളയും കയറും ഉപ്പും എല്ലാം നേർച്ചയായിട്ട് മാതാവിനെ സമർപ്പിച്ച് തങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്ന് മുക്തി നൽകാൻ വേണ്ടിയുള്ള ആ ഓരോരോ പ്രാർത്ഥനകളിലൂടെ ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നു പോകുന്ന സ്ഥലം കൂടെയാണ്. ഗ്രാമീൺ ബാങ്ക് ATM സ്റ്റാളിന് സമീപം സജ്ജീകരിച്ചിരിക്കുകയാണ്. ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. നേരത്തേക്ക് ആവശ്യമായ ഒപ്പം പാളയം കയറും പട്ട് മെഴുകുതിരി ആടുകൾ എന്നിവ ലഭ്യമാണ്. നമ്മളിനി പോകാൻ പോണത് നമ്മുടെ മാതാവിൻ്റെ കണ്ടെത്തിയ ആ കായലിൻ്റെ സൈഡിലോട്ടാണ്. ആ ഉള്ളിൽ കാണുന്ന അവിടെയാണ് മാതാവിനെ കണ്ടെത്തിയ സ്ഥലം. അവിടത്തേക്ക് ഈ തീർത്ഥാടകർ പോകാനായിട്ട് വള്ളം കാത്തു നിൽക്കുകയാണ്. അപ്പം അന്നത്തെ ഈ ഉത്സവ സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇതണക്ക് കിടത്തുവള്ളം കണക്കുള്ള സെറ്റപ്പ് ഉണ്ട്.
അപ്പം മാതാവിൻ്റെ അടുത്ത് പോയി തിരിച്ച് നമുക്ക് വരാനുള്ള സൗകര്യവും പിന്നെ ഒത്തിരി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ലൊരു വൈബുള്ള സ്ഥലം കൂടെയാണ്. എത്രത്തോളം നമ്മൾ കണ്ടാലും മതി വരാത്തത്ര ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടെയാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കണ്ടൽക്കാടും സ്ഥിതി ചെയ്യുന്നത്. പരവൂർ കായൽ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് ഈ പുല്ലിച്ചിറ പള്ളിയുടെ അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മാതാവിൻ്റെ തൊട്ടടുത്ത് നിന്ന് ഉള്ള ആ ഒരു വ്യൂ ആണ് ഇത്. കായലിൻ്റെ സൈഡിൽ മാതാവിനെ തൊട്ടടുത്തുള്ള ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ പുല്ലിച്ചിറ പള്ളിയും നമ്മളെ മാതാവിനെ ഒരേ കണക്ക് നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഓക്കെ, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരിക, വിലയിരുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം.